ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 37. ഇയാൾക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞൂടെ? എൻ്റെ മുത്തശ്ശൻ എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാൾ. പുച്ഛത്തോടെ അവൻ്റെ വണ്ടിയുടെ പിന്നിലിരുന്ന് പാറു പിറുവിറുത്തു. വണ്ടി ഏകദേശം വേഗത്തിൽ പോയതുകൊണ്ട് തന്നെ ബ്രേക്ക് ഇടുമ്പോഴൊക്കെ അവൻ്റെ പിന്നിലായി അവൾ ചെന്ന് തട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവനെ ചീത്ത വിളിച്ചുകൊണ്ട് പെണ്ണ് മുഖം കോട്ടുകയും ചെയ്തു. ഇതെല്ലാം റിയർ മിററിൽ കൂടി കണ്ടുകൊണ്ടിരുന്ന ഭദ്രന് വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നെങ്കിലും അവൻ മനഃപൂർവ്വം മൗനമായിട്ട് തന്നെയിരുന്നു. കോളേജിനടുത്തുള്ള ഒരു വളവെത്താറായപ്പോഴേക്കും പൊടുന്നനെ അമിത വേഗത്തിൽ ഒരു ലോറി അവർക്കെതിരായി അമിത വേഗതയിൽ വന്നു. ഒരു നിമിഷം ശ്രദ്ധ പതറിയെങ്കിലും അവൻ വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് വെട്ടിച്ചുകൊണ്ട് ഉടൻ തന്നെ സഡൻ ബ്രേക്ക് ഇട്ടു. ഇരുവർക്കും ഒരുപോലെ ശ്വാസം വിലങ്ങിയിരുന്നു. വേഗത്തിൽ മിടിക്കുന്ന നെഞ്ചിനെ വരുതിയിലാക്കാനാവാതെ ഒരു നിമിഷം പാർവതി തറഞ്ഞു നിന്നുപോയി. ലോറി വേഗത്തിൽ കൺമുൻപിൽ നിന്നും കടന്നുപോയതും അതിൻ്റെ നേരെയൊന്നും രൂക്ഷമായി നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാനായി തുടങ്ങിയപ്പോഴാണ് തൻ്റെ വയറിന് മുകളിൽ കൂടി അമർത്തി പിടിച്ചിരിക്കുന്ന പാർവതിയുടെ ഇരു കൈകളും ഭദ്രൻ കാണുന്നത്. ഡി, നേരെ ഇരിക്കടി. അസഹ്യതയോടെ അവൻ പറഞ്ഞതും പെണ്ണ് വേഗത്തിൽ കൈകൾ പിന്നിലേക്ക് വലിച്ചു. ഷേ, നാണക്കേടായി പോയി. ആ ലോറി ഇടിക്കാൻ വന്നെന്നോർത്ത് പേടിച്ചൊന്ന് പിടിച്ചു പോയതാ. ഛേ, ഈ കാലമാടൻ എന്ത് വിചാരിച്ച് കാണുമോ? അവൾ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് അവനിൽ നിന്ന് ഇത്തിരി അകലം വിട്ടിരുന്നു. പിന്നീട് കോളേജിൽ ചെല്ലുന്നത് വരെ ഇരുവരും മൗനമായിരുന്നു. അങ്ങനെയൊരു സംഭവം നടന്നതായിട്ട് കൂടി അവർക്കിടയിൽ സംസാരം ഉണ്ടായില്ല. പാർക്കിങ്ങിൽ ഭദ്രൻ്റെ ബൈക്കിൽ ചെന്ന് നിന്നപ്പോൾ തന്നെ ക്യാമ്പസിൽ അവിടെ ഇവിടെയായി നിന്ന കുട്ടികൾ പലരും അതിശയത്തോടെ തങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് പാർവതി ശ്രദ്ധിച്ചിരുന്നു. തന്നെ നോക്കുന്ന പെൺകുട്ടികളുടെ കണ്ണുകളിൽ അസൂയയോ മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറയുന്നതും പെണ്ണ് വ്യക്തമായി കണ്ടു. എൻ്റെ ഗതികേടുകൊണ്ടാണ് ചേച്ചിമാരെ, അല്ലാതെ ഈ കാലമാടൻ്റെ പുറകിലിരുന്ന് വരുവാൻ ഒട്ടും കൊതി തോന്നിയത് കൊണ്ടല്ല. മാരാരെ വായി നോക്കുന്ന എല്ലാ പെൺകുട്ടികളോടും ഉച്ചത്തിൽ വിളിച്ചു പറയാൻ അപ്പോൾ അതിയായ ആഗ്രഹം തോന്നിയെങ്കിലും അവനോടുള്ള പേടി കൊണ്ട് തൽക്കാലം അവളത് മനസ്സിലടക്കി. വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നെ തിരിഞ്ഞ് ആൾ സംശയത്തോടെ നോക്കുന്നത് കണ്ടുവെങ്കിലും അധികം മൈൻഡ് ചെയ്യാൻ പോയില്ല പെണ്ണ്. രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആയത് കാരണം ഭദ്രന് പിന്നാലെ തന്നെ അവൾ നടന്നു. പോകുന്ന വഴിയിൽ കോളേജിലുള്ള സകല പിടക്കോഴികളുടെയും കണ്ണുകൾ അവൻ്റെ മേൽ ഇടതടവില്ലാതെ പാറി വീഴുന്നത് കണ്ടപ്പോൾ പാർവതിക്ക് മനസ്സ് ചിരിയാണ് വന്നത്. ദൈവമേ, ഈ നല്ലവൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞ ഒറ്റ ഒരെണ്ണം പോലും പിന്നെ ഇങ്ങനെ അടുത്തൂടെ പോലും പോയില്ല. അത് മോർത്തുകൊണ്ട് പെണ്ണെന്ന് ഓറിച്ചിരിച്ചു. പക്ഷെ അത് ഇത്തിരി ഉച്ചത്തിൽ പുറത്തേക്ക് വന്നതുകൊണ്ടാവാം മുന്നിൽ നടന്നു പോകുന്നവൻ തിരിഞ്ഞു തന്നെ നോക്കി രൂക്ഷമായ ഒരു നോട്ടം നൽകിയത്. ചുണ്ടുകൾക്കിടയിൽ ചിരി കടിച്ചു ഓടിച്ചുകൊണ്ട് അവൾ മുഖം കുനിച്ചുകൊണ്ട് നടന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാനും ആരും മടിക്കില്ല. ഒന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വേഗം തന്നെ അവൻ്റെ കാലടികളെ പിന്തുടർന്നു. ഒരു നാൾ ആ വെറുക്കപ്പെട്ടവൻ്റെ ജീവപാതി ആകുമെന്നറിയാതെ. വിമലേ, സുലോചനയുടെ ശബ്ദം ഫോണിൽ കൂടി കേട്ടപ്പോൾ തന്നെ വിമലയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സുലുവേച്ചി, അവർ നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്തൊക്കെയുണ്ടടി നാട്ടിലെ വിശേഷങ്ങൾ? നിനക്ക് സുഖമാണോ? പാറുവിന് അവിടെയൊക്കെ ഇഷ്ടമായോ? അവൾ കോളേജിൽ പോകുന്നുണ്ടോ? ഒരേ സമയം തന്നെ ഒരുപാട് ചോദ്യം ചോദിച്ചവർ. എൻ്റെ പൊന്നു സുലുവേച്ചി, ഒന്ന് നിർത്തി ചോദിക്ക്. ഇതെങ്ങോട്ടാ റോക്കറ്റ് പോലെ പോണേ? വിമല ഒന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എങ്കിൽ പറയ്, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? സുഖം ചേച്ചി, പാറു ഓക്കെയാണ്. ആദ്യം കുറച്ച് ദിവസം ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പെണ്ണിന് അതൊക്കെ മാറി. ഞാൻ എൻ്റെ അജുവേട്ടനെ നേരത്തെ പഠിച്ച അസംഷൻ കോളേജിലാണ് അവളെയും കൊണ്ടുപോയി ചേർത്തിരിക്കുന്നത്. വിമല ആവേശത്തോടെ പറഞ്ഞു. അവളുടെ കാര്യത്തിലായിരുന്നു എനിക്ക് പേടി. ഇവിടെ സിറ്റിയിൽ വളർന്നവർക്ക് നമ്മുടെ നാടും നാട്ടുകാരെയൊക്കെ പിടിക്കുമോയെന്ന്. സുലോചന അതും പറഞ്ഞൊന്ന് നെടുവീർപ്പെട്ടു. ഞാനും പേടിച്ചായിരുന്നു സുലുവേച്ചി, പക്ഷേ അവൾ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവളില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു രസവും ഇല്ല. പാറൂട്ടി ഉണ്ടായിരുന്ന ഫ്ലാറ്റ് സമയം പോകുന്ന പോലും അറിയില്ലായിരുന്നു. ഇതിപ്പോൾ ആ വാക്കുകളിലുണ്ടായിരുന്നു അവരുടെ വേദന മുഴുവനും. എന്ത് ചെയ്യാനാ ചേച്ചി, എൻ്റെ തലേവിധി, അല്ലാണ്ട് എന്തു പറയാൻ.
എന്നെ എൻ്റെ മോളെയും വേണ്ടാത്തവൻ്റെ കൂടെ ഞാൻ എന്തിനാ സുലുവേച്ചി നാണം കെട്ട് ജീവിക്കുന്നേ? മറ്റെന്തായിരുന്നേലും ഞാൻ സഹിച്ചേനെ. വേറൊരു സ്ത്രീയെയും കൊണ്ട് വന്ന് വീട്ടിൽ കാട്ടിക്കൂട്ടുന്നൊക്കെ കണ്ട് ക്ഷമിച്ച് ജീവിക്കാൻ എനിക്കൊട്ടും പറ്റിയില്ല. ഒന്നുമല്ലേലും പ്രായപൂർത്തിയായ ഒരു മകളുണ്ടെങ്കിലെന്ന് അയാൾക്ക് ഓർക്കാമായിരുന്നു. ഭൂതകാലത്തിലെ ഓർമ്മകൾ അവരിൽ വിതുമ്പൽ നിറച്ചു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ പെണ്ണെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കരുത് കേട്ടോ. പാറുവിനെക്കുറിച്ച് ഓർക്ക്. അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടായാൽ അതിപ്പരം സന്തോഷം നിനക്ക് വേറെ ഉണ്ടാവുമോ? അതൊക്കെ ശരിയാ ചേച്ചി. എന്നാലും സതീഷേട്ടനുള്ള ബന്ധം അയാൾ വേണ്ടെന്ന് വെച്ചല്ലോ. അത് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ആ സ്ത്രീയുടെ പേരും പറഞ്ഞ് എത്ര വർഷത്തെ സൗഹൃദമാണ് രാജീവേട്ടൻ വേണ്ടെന്ന് വെച്ചത്. സതീഷേട്ടന് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ ചേച്ചി? വിമലയ്ക്ക് കരച്ചിൽ പൊട്ടി. സതീശൻ്റെയും രാജീവിൻ്റെയും സൗഹൃദം കോളേജ് തൊട്ടേ ഉണ്ടായിരുന്നതാ. അതുകൊണ്ട് തന്നെ വിമലയെ ഒരു സഹോദരി എന്ന നിലയിൽ അയാൾക്ക് വലിയ കാര്യമായിരുന്നു. ഇരുവരും ബിസിനസ് തുടങ്ങണമെന്ന് തീരുമാനിച്ച് ഹൈദരാബാദിലേക്ക് പോയതും ആ സൗഹൃദത്തിൻ്റെ അടിത്തറ അത്രയും ഉറപ്പുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. സതീഷേട്ടൻ്റെ കല്യാണമായിരുന്നു ആദ്യം കഴിഞ്ഞത്. രോഹിത്തുണ്ടായ 6 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെയും രാജീവേട്ടൻ്റെയും വിവാഹം നടന്നു. ഒറ്റപ്പെട്ട സിറ്റിയിൽ ആകെയുള്ളൊരു കൂട്ട് സുലുവേച്ചി മാത്രമായിരുന്നു തനിക്ക്. പിന്നീടാണ് പാറുമോള് തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. ബിസിനസ് വളർന്നു, ചുറ്റുമുള്ള ബന്ധങ്ങൾ വളർന്നു. സമ്പാദ്യം കുമിഞ്ഞുകൂടിയപ്പോൾ അടുത്തടുത്തുള്ള ഫ്ലാറ്റ് വാങ്ങി ഇരുവരും കുടുംബത്തോടെ താമസമാക്കുകയും ചെയ്തു. രോഹിത്തിൻ്റെയും പാറുവിൻ്റെയും കുറുമ്പും കുസൃതിയും ആവോളം ആസ്വദിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള തങ്ങളുടെ ജീവിതം. പക്ഷേ എപ്പോഴോ രാജീവേട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുവാൻ തുടങ്ങി. ഏട്ടനെയും PS സ്റ്റെല്ലയും കാണാൻ പാടില്ലാത്ത പല സാഹചര്യങ്ങളിലും കണ്ടുവെന്നും പറഞ്ഞ് സതീഷേട്ടൻ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ്. അന്നും താൻ വിശ്വസിച്ചിരുന്നില്ല തൻ്റെ ജീവിതം തന്നിൽ നിന്നും പതിയെ ഒലിച്ചു പോകുവാൻ തുടങ്ങുകയാണെന്ന്. സ്റ്റെല്ലയുടെ പേരും പറഞ്ഞ് വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്ത സതീഷേട്ടനുമായിട്ടുള്ള സൗഹൃദം അയാൾ അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് ഇരുവരും തമ്മിൽ നോൽക്കാത്ത അവസ്ഥ വന്നു. പെണ്ണൊരുമ്പെട്ടാൽ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. അവരുടെ സംഗമങ്ങൾ പിന്നീട് കിടപ്പറയിലേക്ക് എത്തിയപ്പോഴാണ് പ്രതികരിച്ചു പോയത്. അന്നും കുറ്റബോധം ഒന്നുമില്ലാതെ തന്നെ ഡൈവോഴ്സ് തന്നേക്കാമെന്ന് രാജീവേട്ടൻ പറഞ്ഞപ്പോൾ തകർന്നു പോയത് തൻ്റെ പ്രണയമായിരുന്നു. വിമലേ, നീ എന്താ ആലോചിക്കുന്നേ? സുലോചനയുടെ മറുവശത്തു നിന്നുള്ള സംസാരമാണ് അവരെ പഴയകാല ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ ഓരോന്നൊക്കെ മറുപടി മുഴുവനായും പറയാൻ വിമലയ്ക്ക് സാധിച്ചില്ല. അതൊക്കെ പോട്ടെ, നിന്നോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത് തന്നെ. ഇനിയുള്ള സംസാരം തുടർന്നാൽ അത് കൂടുതൽ വിമലയെ വേദനിപ്പിക്കുമെന്ന് അവനറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ സുലോചന കാര്യത്തിലേക്ക് നടന്നു. രോഹിത് മോനും പാറൂട്ടിയും തമ്മിലുള്ള ഇഷ്ടം നിനക്കറിയാവോ വിമലെ? അവരൊട്ടൊരാശങ്കയോടെ ചോദിച്ചു. അറിയാം ചേച്ചി. അതിന് മറുപടി കൊടുക്കുമ്പോൾ വിമലയെ ഒരു നഷ്ടബോധം പിടികൂടിയിരുന്നു. നിന്നോടവൾ പറഞ്ഞിരുന്നുവോ? സുലോചനയ്ക്ക് സംശയം കൊണ്ട് നെറ്റി ചുളിഞ്ഞു. ഇല്ല ചേച്ചി, അവൾ എന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല. എനിക്ക് സംശയം തോന്നിയത് മാത്രമാണ്. അവരൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പറഞ്ഞു. രോഹിത് ഇന്നലെയാണ് ഇതെന്നോട് പറയുന്നത്. സതീഷേട്ടനും അറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ ആളിക്കാര്യത്തിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. രാജീവേട്ടനുള്ള ദേഷ്യം കൊണ്ടാണ് ഈ ബന്ധം ഏട്ടൻ വേണ്ടെന്ന് വെക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഊഹവുമില്ല വിമലെ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്കെൻ്റെ പാറു ഇവിടെ രോഹിത് മോൻ്റെ പെണ്ണായിട്ട് വരുന്നതിൽ പരം സന്തോഷം മറ്റൊന്നുമില്ലെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് നീയും കൂടി ഒന്ന് സംസാരിക്കുമോ സതീഷേട്ടനോട്? നീ പറഞ്ഞാൽ അദ്ദേഹത്തിന് തള്ളിക്കളയാനാവില്ല. സുലോചനയുടെ സങ്കടത്തോടെയുള്ള വാക്ക് കേട്ടപ്പോൾ ഒരു നിമിഷം വിമലയെന്ന് തറഞ്ഞു നിന്നുപോയി. ചേച്ചി ഇത്രയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നോ പാറൂട്ടിയെ? ഒരിക്കൽ താനും ഇതാഗ്രഹിച്ചല്ലേ? ഒരു പക്ഷേ താൻ പറഞ്ഞാൽ സതീഷേട്ടൻ ഇവരുടെ വിവാഹത്തിന് സമ്മതിച്ചെന്നിരിക്കും. പക്ഷെ തന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം പാറുവിനെ പോലെ രോഹിത്തും തൻ്റെ മകനാണ്. അവളുടെ ജാതകത്തിലെ വൈദവ്യദോഷം അവനെയല്ലേ ഇല്ലാതാക്കുന്നത്? വേണ്ട, അതിന് താൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും തന്നെ കൊണ്ടാവില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തെ? നിനക്കിഷ്ടമല്ലേ അവൾ എൻ്റെ മകളായിട്ട് ഈ വീട്ടിലേക്ക് വരുന്നത്? തന്നൂടേടി അവളെ എനിക്ക്. പൊന്നുപോലെ നോക്കിക്കോളാടി.
ഒരു തരത്തിൽ പറഞ്ഞ സുലോചന കരയുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വിമലയുടെ മൗനം അവരെ അത്രമേൽ തളർത്തിയിരുന്നു. ചേച്ചി, അത് പിന്നെ തൻ്റെ മകളുടെ ജാതകദോഷത്തെപ്പറ്റി എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ ആ അമ്മ കുഴങ്ങി. എന്താ വിമലെ, എന്തേലും കുഴപ്പമുണ്ടോ? അവർ പൊടുന്നനെ ചോദിച്ചു. ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. വിമല അതുവരെയുള്ള പാറുവിൻ്റെ കാര്യങ്ങളൊക്കെ പൊട്ടിക്കരച്ചിലോടെ അവരോട് വിശദീകരിച്ചു. അവളുടെ ജാതകദോഷവും മേൽപ്പത്തൂർ തിരുമേനി പറഞ്ഞ കാര്യങ്ങളും ഒടുവിൽ ഭദ്രനുമായിട്ട് ചേർത്ത് വെച്ച അവളുടെ പൊരുത്തങ്ങളും എല്ലാം ഒന്നൊഴിയാതെ പറഞ്ഞു തീർന്നപ്പോൾ കേട്ടിരുന്ന സുലോചന പോലും ഒന്ന് വിറച്ചു. എടി, അതൊക്കെ നീയും വിശ്വസിക്കുന്നുണ്ടോ? അതും ഇന്നത്തെ കാലത്ത്? സുലോചന ഒറ്റൊരു പ്രതീക്ഷയോടെ വീണ്ടും ആരാഞ്ഞു. എൻ്റെ ജീവിതം തന്നെ അതിനുള്ള തെളിവല്ലേ ചേച്ചി. അതുകൊണ്ട് ഇനിയും നഷ്ടങ്ങൾ സഹിക്കുവാൻ എനിക്ക് വയ്യ. രോഹിത് എൻ്റെ മകനാണ്. അവനെ ഇല്ലാതാക്കാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. കരഞ്ഞ് അവരുടെ ഒച്ച അടഞ്ഞു പോയിരുന്നു. എടി വിമലെ, നീ ഇങ്ങനെ കരയാതെ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഈശ്വരൻ എന്താണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അത് നടക്കട്ടെ. ഉള്ളിൽ പാർവതിയെ നഷ്ടപ്പെടുമെന്നുള്ള വേദന കിടന്നു പുകയുന്നുണ്ടായിരുന്നുവെങ്കിലും വിമലയുടെ കണ്ണീർ കാണുവാൻ ആവതില്ലാത്തവളെ പോലെ സുലോചന പെട്ടെന്ന് സംസാരം അവസാനിപ്പിക്കുവാനായി ശ്രമിച്ചു. ഒരു മൂളിച്ച മാത്രമായിരുന്നു വിമലയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. വിമലെ, എന്നെങ്കിലും മറിച്ചൊരു തീരുമാനം നീ എടുത്താ അവളെ എനിക്ക് തന്നെ തന്നേക്കണേടി. വേറെ ആർക്കും കൊടുക്കല്ലേ. അത്രയും പറഞ്ഞിട്ട് അവർ കോള് കട്ട് ചെയ്തു. മഹാദേവ, ഇതിനൊരവസാനം ഇല്ലേ? ഇനി എത്ര നാൾ ഈ സങ്കടങ്ങൾ? അവർ സുലോചനയുടെ നമ്പറിലേക്ക് നോക്കിയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു.